ഇന്ന് അന്നുവിൻ്റെ വാട്ട ഈറ്റിൻ്റെ ഡേ ആണ്. പിന്നെ അന്നുവിൻ്റെ വൈകുന്നേരം വരെയുള്ള ഭാഗമാണ് ഇതിനകത്തുള്ളത്. അന്നു രാവിലെ എണീറ്റു, ബ്രഷൊക്കെ ചെയ്തു, അതിനുശേഷം കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്നു ഭയങ്കര തീറ്റയൊന്നുമല്ല, അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇടയ്ക്കിടയ്ക്കാണ് അന്നുവിന് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒരിച്ചിരി ഇടവേളയ്ക്കപ്പുറം അന്നുവിന് എന്തെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കും. നമ്മുടെ ഇവിടെ തന്നെ ബ്രെഡ് ബേക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പം അന്നുവിന് രാവിലെ കുറച്ച് വെള്ളം കൊടുത്ത് ഒരു ദോശയും കൊടുത്തതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഒരിച്ചിരി ബ്രെഡിൻ്റെ ഒരിച്ചിരി ഭാഗം അന്നുവിന് കൊടുക്കുകയാണ്. അത് ഫുള്ള് അന്നു കഴിക്കില്ല, ഒരിച്ചിരി കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം അന്നുവിന് സെപ്പറേറ്റായിട്ട് നമ്മൾ ഇച്ചിരി കഞ്ഞി വയ്ക്കും. നല്ല വേവിച്ചാണ് അന്നുവിന് കഞ്ഞി വയ്ക്കുക. അപ്പം ഒരിച്ചിരി കഞ്ഞിയാണ് വയ്ക്കുന്നത്. അപ്പം അതിൽ നിന്ന് അന്നു കഞ്ഞി കുടിക്കാൻ അന്നു ഒരുപാട് സമയം എടുക്കും. അപ്പം പയ്യെ അന്നുവിന് കഞ്ഞി കൊടുക്കുകയാണ്. അവിടെ നിന്ന് അന്നു കഞ്ഞി കുടിച്ചതിന് ശേഷം പിന്നെ അന്നു കുറച്ചൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അന്നുവും ആരാണോന്ന് വെച്ചാൽ അവർ ഇച്ചിരി അന്നുവിനെ കൊണ്ട് നടന്നൊക്കെ കൊടുക്കും. ഇതിപ്പോൾ വീടിന് തൊട്ട് വെളിയിരുന്ന് ഞാനും അന്നുവും കൂടെ അന്നുവിന് കഞ്ഞിയൊക്കെ കൊടുത്തതിന് ശേഷം അന്നു ചെറുതായിട്ടൊന്ന് കുടിച്ച് സുന്ദരിയാവുകയാണ്. അങ്ങനെ അന്നു സുന്ദരിയായി ഡ്രസ്സൊക്കെ ഇട്ട് അന്നുവിന് ഉറങ്ങാനുള്ളൊരു മൂടൊക്കെ ആയി വരുന്നു. അങ്ങനെ അന്നു ആദ്യം പത്രമൊക്കെ അവിടെ പിരിത്തിട്ട് അന്നു സുന്ദരിയായിട്ടിരിക്കുകയാണ്. ഇപ്പം അന്നൊരു ദോശയുടെ ഒരു ഇച്ചിരി ഭാഗം കൂടെ കഴിക്കുകയാണ്. അപ്പം അതിന് ശേഷം അന്നുവിനെ പാല് തിളപ്പിക്കണം, പാല് കുടിക്കും അന്നു. അപ്പം പാല് തിളപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാല് തിളപ്പിച്ചിട്ട് നല്ല രീതിയിൽ ആറ്റി പാല് കുപ്പിയിലിട്ട് അന്നുവിന് കൊടുക്കുന്നത്. പാൽ കുപ്പി ഉണ്ടല്ലോ, അങ്ങനെ നല്ല രീതിയിൽ അന്നുവിൻ്റെ പാലിങ്ങനെ ആറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അന്നു എൻ്റെ കൈ തന്നെ ഇരിക്കുകയാണ്. വേറെ ആരും അവിടെ ഇല്ലല്ലോ. അപ്പം കുറച്ച് നേരമൊക്കെ കളിക്കും, കുറച്ച് നേരം കൈ തന്നെ ഇരിക്കും. ഇതിപ്പോൾ ഉറക്കച്ചേവ ആയതുകൊണ്ട് തന്നെ കൈ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ അന്നുവും ഞാനും കൂടെ അന്നുവിൻ്റെ ബെഡ്റൂമിലോട്ട് പോവുകയാണ്. അങ്ങനെ അന്നുവും ഞാനും സംസാരിച്ചുകൊണ്ടൊക്കെ അന്നു പാല് കുടിക്കാൻ പോവുകയാണ്. അന്നുവിന് പാലൊക്കെ നല്ല ഇഷ്ടമാണ്. അന്നു ഒരു നേരം അല്ലെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരങ്ങളിലും പാല് കൊടുക്കും. അന്നു ഇങ്ങനെ പാലൊക്കെ കുടിച്ച് ഒരു ചെറിയ ഉറക്കച്ചവയൊക്കെ വരുന്ന ഒരു സമയമാണ്. അങ്ങനെ അന്നു ആദ്യമൊന്നും പെട്ടെന്ന് ഉറങ്ങിയില്ല, കുറച്ച് സമയമൊക്കെ എടുത്തു, കുറച്ച് കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അത് അന്നുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ണൻ എന്ന് പേരുള്ള ആനയാണ്. അങ്ങനെ അന്നു ഞാനും കൂടെ അവിടെ ഫോട്ടോയൊക്കെ എടുത്തു. എന്നിട്ട് അന്നു കുറച്ച് നേരം കളിച്ചതിന് ശേഷം ടപ്പോന്നും പറഞ്ഞ് കിടന്നുറങ്ങി. പെട്ടെന്നായിരുന്നു അന്നു ഉറങ്ങിയതും. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അന്നു എണീറ്റിട്ട് ഒരിച്ചിരി കഞ്ഞിയും അന്നുവിന് വേണ്ടി കാത്തോരൻ വെച്ചിരുന്നു. അങ്ങനെ ആ കാത്തോരനും കൂടെ കൂട്ടിയുള്ള കഞ്ഞി അന്നു ഒരിച്ചിരി കുടിച്ചു. അപ്പോഴത്തേക്ക് അക്ക ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കോളേജിൽ നിന്ന് വരുന്ന സമയമായിരുന്നു. അപ്പോൾ അക്കയുടെ കൂടെ അന്നുവും അക്കയുടെ കൂടെ കുറച്ച് ചോറ് അന്നുവും കഴിച്ചു. മീനൊക്കെ ചേർത്ത് അന്നു ചോറ് കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അന്നു വീണ്ടും ഒന്ന് കിടന്നു. പക്ഷെ അന്നുവിന് അന്നേരം ഉറക്കം വന്നില്ല, അന്നു ഉറങ്ങിയതൊന്നുമില്ല, ചുമ്മാ ഒന്ന് കിടന്നു. എന്നിട്ട് വേഗം എണീറ്റു. എന്നിട്ട് അന്നുവിന് ചോറ് കൊടുക്കുകയാണ്. അന്നുവിൻ്റെ പാത്രത്തിൽ അന്നുവിൻ്റെ ചോറ് കൊടുക്കുകയാണ്. കൂടുതലും മീനൊക്കെ ചേർത്ത് അന്നുവിന് വേണ്ടി വെച്ച കാത്തോരനൊക്കെ ചേർത്താണ് അന്നുവിന് ചോറ് കൊടുക്കുന്നത്. അങ്ങനെ അന്നു പയ്യെ കസേരയിലൊക്കെ വന്നിരുന്ന് വലിയ ആളെപ്പോലെയൊക്കെ ചോറ് കഴിക്കുകയാണ്. അങ്ങനെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അന്നു കുറച്ച് നേരമൊക്കെ കളിച്ചതിന് ശേഷം പിന്നെ അന്നുവിന് സെർലാക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ സെർലാക്കൊക്കെ ശരിയാക്കി ബാക്കി പാലെടുത്ത് മാറ്റിയും വെച്ചു. കുറച്ച് പാലധികം ഉണ്ടായിരുന്നു. അങ്ങനെ സെർലാക്കൊക്കെ കാച്ചി അത് നല്ല ആറ്റി നല്ല അതിൻ്റെ പരുവമാക്കിയതിന് ശേഷം അന്നുവിന് പയ്യെ അത് കൊടുത്തു തുടങ്ങണം. അപ്പോൾ ഏകദേശം ഒരു 3-3:15 മണി കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഈ സമയം അക്ക വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീടിൻ്റെ വെളിഭാഗത്ത് ആയിട്ട് വന്നിരുന്ന സെർലാക്ക് കുടിക്കുകയാണ്. അങ്ങനെ അന്നു കാഴ്ചയൊക്കെ കണ്ട് കാക്കേനെ പാറു എന്നാണ് വിളിക്കുന്നത്. പാറുവിനെയൊക്കെ കൂക്കി സെർലാക്കൊക്കെ കുടിച്ചു. അപ്പോഴത്തേക്ക് അക്ക വന്ന് ബാക്കി പാല് ഞാൻ തിളപ്പിച്ച് വെച്ച ബാക്കി പാലൊക്കെ കുപ്പിയിലാക്കി വൈകുന്നേരം അന്നുവിന് കൊടുത്തു. അതിനുശേഷം അക്കയ്ക്ക് ചായ ഉണ്ടായിരുന്നു. അക്ക ചായ കുടിക്കാൻ നേരത്ത് അന്നു കുറച്ച് ചായ അന്നു ഒരു സ്പൂണിൽ കുറച്ചെന്ന് വെച്ചാൽ 2-3 സ്പൂൺ മാത്രമേ അന്നു ചായ കുടിക്കുള്ളൂ. ആ ചായ കുടിച്ചു. അതിനുശേഷം അന്നു ഒരു ബ്രെഡിൻ്റെ ഒരിച്ചിരി ഭാഗമൊക്കെ കഴിക്കുകയാണ്. കുറച്ച് കഴിച്ച് അതിനുശേഷം അന്നു
പുതിയ ഉടുപ്പൊക്കെ എടുത്തിട്ട് അനുവിനൊരു പുതിയ ഉടുപ്പ് കിട്ടി, അതായത് കണ്ണനുമായിട്ട് കളിക്കുകയൊക്കെ പോവാണ്. അപ്പോഴത്തേക്ക് വൈകുന്നേരമായി. ബാക്കി എനിക്കെടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം അനു രാത്രിയിലത്തേക്കുള്ളതൊക്കെ കഴിച്ച് സുന്ദരി കുട്ടിയായിട്ട് ആ ദിവസം ചിലവഴിക്കുകയാണ് ചെയ്തത്. ഒരു ദിവസം പല നേരങ്ങളായി ഒരു ഇച്ചിരി കഴിച്ച വ്ലോഗാണിത്. നിങ്ങളിത് കാണുമ്പോഴത്തേക്ക് അനു ഇത്രയും കഴിച്ചു എന്നൊന്നും ആരും വിചാരിക്കേണ്ട. അനു ഇച്ചിരിയേ എല്ലാം കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങൾ കമൻ്റ് ഇടണം.